ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള മറ്റൊരു വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രതികരണം അത് CPIഎമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററുടെ ഭാഗത്തു നിന്നായിരുന്നു. PM ശ്രീ പദ്ധതിയിൽ LDFൽ തർക്കമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. PM ശ്രീ ഉൾപ്പെടെ കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ട ഫണ്ട് കേരളത്തിന് ലഭിക്കണം എന്ന നിലപാടാണുള്ളത്. സംസ്ഥാനത്തിന് ലഭിക്കേണ്ട 8000 കോടി രൂപ പല നിബന്ധനകളും വെച്ച് കേന്ദ്രം തരാതിരിക്കുന്ന സാഹചര്യമാണ്. കേരളത്തിന് അർഹതപ്പെട്ട പണം നൽകണം എന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. CPIയുടെ പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്നതേ ഉള്ളൂ എന്നും MV ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കി. അതൊക്കെ പരിഹരിക്കാൻ സാധിക്കുന്ന കാര്യങ്ങളേ ഉള്ളൂ. നിങ്ങളിങ്ങനെ ഓരോരോ വാർത്ത സൃഷ്ടിക്കാൻ വേണ്ടി ഞാൻ എന്ത് CPI എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞിട്ടൊരു വലിയ വാർത്തകൾ കൊടുത്തില്ലേ. ഞങ്ങൾ PM ശ്രീ ഉൾപ്പെടെയുള്ള കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിന് നൽകേണ്ടുന്ന അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ടുന്ന പദ്ധതിയുടേതായാലും പ്രൊജക്റ്റിൻ്റെതായാലും ആ പണം കേരളത്തിന് ലഭിക്കേണ്ട കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കും ഉണ്ടാവില്ല. നമുക്ക് തരേണ്ടുന്ന ഒരു 8000-ഓളം കോടി ഉറുപ്പിക കേന്ദ്ര ഗവൺമെൻറ് തരാൻ പല നിബന്ധനകളും പറഞ്ഞിട്ടും പല കാര്യങ്ങൾ പറഞ്ഞിട്ടും തരാതിരിക്കുന്നു. നമുക്ക് കേരളത്തിന് അർഹതപ്പെട്ട പണം തരിക തന്നെ വേണം. ഞങ്ങൾ നയപരമായിട്ട് അന്നും ഇന്നും ഇനി നാളെയും ഈ PM ശ്രീ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള നിബന്ധനകൾക്കെതിരാണ്. CPI ആണല്ലോ ഞങ്ങളുടെ മുന്നണിയിലെ ഏറ്റവും പ്രബലമായ ഒരു ഇടതുപക്ഷ പാർട്ടി. സ്വാഭാവികമായിട്ടും ഞങ്ങളും അവരൊക്കെ ആയിട്ട് ചർച്ച ചെയ്ത് ആ കാര്യങ്ങളെല്ലാം പരിഹരിക്കും. ഭരണപരമായ പ്രശ്നം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്യും. PM ശ്രീ പദ്ധതിയിലെ കോൺഗ്രസ് വാദങ്ങൾക്കെതിരെ MV ഗോവിന്ദൻ മാസ്റ്റർ ഇന്ത്യയിൽ ആദ്യമായി PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചത് കോൺഗ്രസ് ഭരിക്കുന്ന രാജസ്ഥാൻ സർക്കാരായിരുന്നു. ഇത് നിലനിൽക്കെ ഇവിടെ CPIഎമ്മിനെ അടിക്കാൻ വടി കിട്ടുമോ എന്നാണ് കോൺഗ്രസ് നോക്കുന്നതെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. ഇന്ത്യയിൽ ആദ്യമായിട്ട് PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട ഗവൺമെൻറ് കോൺഗ്രസ് ഭരിക്കുന്ന സന്ദർഭത്തിൽ രാജസ്ഥാൻ ഗവൺമെൻറ്റാണ്. കർണാടകത്തിൽ ഇപ്പോൾ അവരെ ഭരിക്കുന്നുണ്ട്, അവിടെയുണ്ട്, തെലുങ്കാനയിലുണ്ട്. അവിടെയെല്ലാം ഒപ്പിട്ടിട്ടുണ്ട്, അവിടെയെല്ലാം നടപ്പിലാക്കുന്നുണ്ട്. എന്നിട്ട് ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അടിക്കാൻ ഒരു വടി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ മേലെ നിലപാട് സ്വീകരിച്ച് കൊണ്ടുപോകുന്ന ഒരു സമീപനമാണ് കോൺഗ്രസിനുള്ളത്. കോൺഗ്രസിൻ്റെ ഇരട്ടത്താപ്പാണ്. അവർക്ക് രാഷ്ട്രീയമാണ്. കേരളത്തിൽ ഒരു വികസന പ്രവർത്തനവും നടത്താൻ പാടില്ല എന്ന രീതിയിലുള്ള നിലപാട് സ്വീകരിക്കുകയാണ് അവർ ചെയ്യുന്നത്. മാധ്യമങ്ങൾക്കും ഇന്ന് MV ഗോവിന്ദൻ മാസ്റ്ററുടെ ഭാഗത്തു നിന്നും വിമർശനമുണ്ടായി. എന്ത് CPI എന്ന് താൻ ചോദിച്ചിട്ടില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇത് സംബന്ധിച്ച് മാധ്യമങ്ങൾ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിച്ചു. സാഹചര്യം മനസ്സിലാക്കാത്ത ചോദ്യവുമായി വന്നപ്പോൾ താൻ മാറിപ്പോവുകയാണ് ഉണ്ടായത്. അതിനെ തെറ്റായി പ്രചരിപ്പിച്ചുവെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. എങ്ങനെയാണ് മനുഷ്യനെ വിശ്വസിക്കാൻ പറ്റുക? എന്തെങ്കിലും പറയാൻ മിണ്ടാൻ പറ്റുമോ? ഞാൻ പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് നേരെ മുമ്പോട്ടേക്ക് പോവുകയാണ്. അപ്പോഴും മൈക്കും കൊണ്ട് എൻ്റെ ഒപ്പം തന്നെ വരുമ്പോൾ ചില ആളിങ്ങനെ ചോദിക്കുകയാണ് CPI. ഞാൻ പറഞ്ഞു എന്ത് CPI? ഞാനങ്ങോട്ട് അപ്പോൾ അത് എന്ത് CPI? അത് ടൂൺ അങ്ങോട്ട് മാറിയല്ലോ. എന്ത് CPI, ഏത് CPI എന്ന് ചോദിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടൊരു വാർത്ത കൊടുക്കുക. എന്താ സംബന്ധവും പറയാൻ യാതൊരു മടിയുമില്ല. CPI ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിശാലമായ അർത്ഥത്തിൽ ഈ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്ത് ആവശ്യമായ കൃത്യതയോടുകൂടിയുള്ള നിലപാട് സ്വീകരിച്ച് മുന്നോട്ടേക്ക് പോകും. ഇപ്പോൾ വിശദാംശങ്ങളുമായി കമലേഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. കമലേഷ്, വലിയൊരു രാഷ്ട്രീയ വിവാദം എന്ന നിലയിലേക്ക് വന്നത് CPIയുടെ ഇതുമായി ബന്ധപ്പെട്ട പരസ്യ പ്രതികരണങ്ങളാണ്. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്നിപ്പോൾ CPIഎമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ശേഷം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ വാർത്താ സമ്മേളനം നടത്തിയത്. ആ വാർത്താ സമ്മേളനത്തിൽ ഇപ്പോൾ സ്വാഭാവികമായി മാധ്യമപ്രവർത്തകരിൽ നിന്ന് CPI ഉയർത്തിയ വിമർശനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുണ്ടാകുമല്ലോ. CPIക്കുണ്ടായ വിയോജിപ്പുകൾ, അവരുടെ പരാതി, അവരുടെ ചില പ്രതിഷേധങ്ങൾ, ഇതിനെ എങ്ങനെ PM ശ്രീ ഫണ്ടുമായി ബന്ധപ്പെട്ട്, ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇത് എങ്ങനെ കൈകാര്യം ചെയ്യാൻ പോകുന്നു പാർട്ടി, CPIഎം അതുപോലെ മുന്നണി എന്നാണ് അദ്ദേഹം പറഞ്ഞത്? ശരത്, ഇക്കാര്യത്തിൽ വളരെ കൃത്യമായ മറുപടിയാണ് CPIഎമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞിട്ടുള്ളത്. CPIയും CPഎമ്മും തമ്മിൽ ഏതെങ്കിലും തരത്തിലൊരു തർക്കം ഈ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടില്ല. LDFിനകത്തും അത്തരത്തിലൊരു അഭിപ്രായ വ്യത്യാസവും ഒരു തർക്കവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. നിലവിലിപ്പോൾ CPI ഉയർത്തിയിട്ടുള്ള പ്രശ്നങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി കണ്ട് അത് ചർച്ച ചെയ്ത് പരിഹരിച്ച് ആ നിലയിൽ തന്നെ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് MV ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നത്. CPI എന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഏറ്റവും പ്രബലമായ ഒരു കക്ഷിയാണ്. CPM
കഴിഞ്ഞാൽ അടുത്ത കക്ഷി CPI ആണ്. ഈ ഇടതുപക്ഷ മുന്നണി എന്ന് പറയുന്നത് ഏതെങ്കിലും നൈമിഷികമായ ഏതെങ്കിലും നിലപാടുകളുടെ ഭാഗമായി ഉണ്ടായിട്ടുള്ളതല്ല എന്ന് അദ്ദേഹം പറയുന്നു. വളരെ കൃത്യമായ നിലപാടുകളുടെ ഭാഗമായി ഉണ്ടായിട്ടുള്ള ഒരു മുന്നണിയാണത്. അത്തരമൊരു മറുപടി അദ്ദേഹം പറയുന്നത് CPI മുന്നണി വിടുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ച് മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾ ഉന്നയിച്ചപ്പോഴാണ്. പക്ഷേ അത്തരത്തിലുള്ള ഒരു സംശയവും ഗോവിന്ദൻ മാസ്റ്റർക്ക് ഇല്ല എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. CPIM-നും അത്തരമൊരു സംശയവുമില്ല. CPI ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കക്ഷി തന്നെയാണ് LDF-നകത്തെ. അവരുടെ വിഷയങ്ങൾ, അവർ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ ആ നിലയിൽ തന്നെ അത്രയും ഗൗരവത്തോടെ ചർച്ച ചെയ്ത് മുന്നോട്ട് പോകും എന്നതാണ് CPIM-ന്റെ നിലപാടായി അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഈ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ്. ഏതാണ്ട് 8,000-ഓളം കോടി രൂപയാണ് പല പദ്ധതികളുമായി ബന്ധപ്പെട്ട് പല നിബന്ധനകൾ വെച്ചുകൊണ്ട് കേരളത്തിന് അർഹമായ തുക പിടിച്ചു വെച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാർ. അതിൽ പ്രധാനപ്പെട്ടത് ഈ PM ശ്രീ പദ്ധതിയുമാണ്. ഇത്തരത്തിൽ ഈ ചില പദ്ധതികളുടെ പേരിൽ ചില നിബന്ധനകൾ വെച്ച് സാമ്പത്തിക ഉപരോധം കേരളത്തിന് മേൽ ഏർപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അത് തുടരാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് CPIM പറയുന്ന നിലപാട്. കേന്ദ്രം തരേണ്ട ഫണ്ട് എന്ന് പറയുന്നത് കേരളത്തിന് അർഹതപ്പെട്ട ജനങ്ങൾ കൊടുക്കുന്ന ഫണ്ടാണ്. എന്തെങ്കിലും നരേന്ദ്രമോദിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും BJP-കാരൻ്റെയോ പൈസയല്ല എടുത്ത് തരുന്നത്. അത് കേരളത്തിലെ ജനങ്ങൾക്ക് അർഹതപ്പെട്ട പൈസയാണ്. അത് നഷ്ടപ്പെടുത്തേണ്ട കാര്യമില്ല. പക്ഷേ അതേസമയം ഈ സംഘപരിവാർ പാഠ്യപദ്ധതി കേരളത്തിൽ അംഗീകരിക്കില്ല, അത് നടപ്പാക്കാൻ അനുവദിക്കില്ല എന്നുകൂടി വളരെ കൃത്യമായി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു വെക്കുകയാണ്. ശരത്. ശരി കമലേഷ്, അക്കാര്യത്തിൽ ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരായ നിലപാടുകളിലൂടെ വളരെ പ്രായോഗികമായ നടപടികളിലൂടെ കേരളം എത്രയോ മുമ്പ് തന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞു. വളരെ ശക്തമായി തന്നെ വിദ്യാഭ്യാസ മന്ത്രി അത് വ്യക്തമാക്കിയിട്ടുള്ള PM ശ്രീ പദ്ധതി വരുന്നു, അതിൻ്റെ ഫണ്ട് ലഭിക്കുന്നു, കേരളത്തിന് ലഭിക്കേണ്ട പണം ലഭിക്കുന്നു എന്നതിൻ്റെ പേരിൽ ഏതെങ്കിലും തരത്തിൽ ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ അടങ്ങിയിരിക്കുന്ന കാവ്യവൽക്കരണത്തെയോ വർഗീയ ധ്രുവീകരണത്തെയോ കേരളം അംഗീകരിക്കുന്ന പ്രശ്നമില്ല. കാരണം വിദ്യാഭ്യാസം എന്നുള്ളതൊരു കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ടതാകുമ്പോഴും സംസ്ഥാനത്തിൻ്റെതായ അധികാര പരിധിയിൽ നിന്ന് പാഠ്യപദ്ധതിയും അതിൻ്റെ ഉള്ളടക്കവും നിശ്ചയിക്കാൻ കഴിയുന്ന അവകാശത്തിൽ നിന്നുകൊണ്ട് തന്നെ കേരളം മുന്നോട്ട് പോകും. ഒരു തരത്തിലും ആ കടന്നുകയറ്റം അനുവദിക്കില്ല. മറുഭാഗത്ത് സ്കൂളുകളുടെ അടിസ്ഥാന വികസനവുമായി ബന്ധപ്പെട്ട ഈ ഫണ്ട് വിനിയോഗിച്ചെടുക്കുക കുട്ടികൾക്ക് വേണ്ടി എന്നുള്ളതാണ് അതിനെ വിവക്ഷിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു രാഷ്ട്രീയ വിശദീകരണം കൂടിയാണ് ഇന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി വാർത്താ സമ്മേളനത്തിൽ നൽകിയത്.